ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ഷവായ ആക്കിയാലോ? അതിന് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളി തോല് ഒഴുകി ഒരു വലിയ തക്കാളി നോക്കിയിട്ട് മിക്സിയിൽ നമുക്ക് അതൊക്കെ ഇട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താലോ? അതിലേക്ക് കുറച്ച് ചപ്പ് പിന്നെ വറ്റൽമുളക് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 10-20 മിനിറ്റ്. അതും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ആവശ്യത്തിനേക്ക് ഇട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം. അപ്പോഴേക്ക് ഇക്കൊക്കെ ഫുഡ് കൊടുക്കാനുള്ളതുണ്ടായിരുന്നേ. ഇന്ന് സ്പെഷ്യൽ ഫുഡ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കനൊക്കെ വേണ്ട മസാലയൊക്കെ ചിക്കൻ ഒന്ന് സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം നമുക്ക് ചിക്കനിലേക്ക് മസാലയൊക്കെ ഇട്ട് ഒന്ന് കുത്തിയൊക്കെ കൊടുക്കാം, മസാല ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് റെഡി ആയി കേട്ടോ. ഇനി നമുക്കതൊരു അരമണിക്കൂർ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ കുക്കറിലേക്ക് നമുക്കത് ഇറക്കി വെക്കാം. കുക്കറിലേക്ക് ഒരു 3 വിസിൽ 4 വിസിൽ നമുക്ക് അടുപ്പിക്കാം കേട്ടോ. അതും പിന്നെ ബാക്കി വരുന്ന മസാലയും എല്ലാം നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഫ്രൈ പാൻ ചൂടായതിന് ശേഷം നമുക്ക് വേണ്ടത്ര വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ഇവിടെ തണുപ്പായതുകൊണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഇങ്ങനെ. അതിനുശേഷം അതിലേക്കുള്ള ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ടൊന്ന് കളർ ജസ്റ്റ് ഒന്ന് മാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ചിക്കൻ മാറ്റി വെച്ചിട്ട് മസാല ആ എണ്ണയിലേക്ക് തന്നെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുക, ഒന്ന് ഗ്രേവി പോലെ ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതാവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ അതായതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ തന്നെ ആ മസാലയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഷവായ റെഡി. ഇക്കനെ കൊണ്ട് ടേസ്റ്റ് നോക്കിപ്പിച്ചാലോ? അങ്ങനെ ഇക്ക ഫസ്റ്റ് ട്രൈ ആണല്ലോ, അങ്ങനെ ഇക്കനെ കൊണ്ട് ടേസ്റ്റ് നോക്കിപ്പിച്ച് ഇക്ക ടേസ്റ്റ് നോക്കുന്ന സമയത്ത് മോള് എനിക്ക് വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റ് ഒക്കെ അവൾക്ക് ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ ടേസ്റ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. ഇക്ക ടേസ്റ്റ് ചെയ്യുന്ന കാണുമ്പോൾ ഒരു രസമാണല്ലോ മക്കൾക്കും. അങ്ങനെ ടേസ്റ്റ് ചെയ്യണേൻ്റെ കേട്ടോ ഈ കാണുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, താങ്ക് യു.